പാർട്ടി ചെയ്ത അഴിമതികളെക്കുറിച്ച് ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള അച്ചടക്ക നടപടികൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നിമിഷ നേരം കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഫ്ലക്സുകളൊക്കെയും തന്നെ ഉയർന്നു വന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള കുറച്ച് ഫ്ലക്സുകളും കണ്ടു. താങ്കൾ കാട്ടിയ പാതയിലൂടെ മുന്നോട്ട്, ഇനിയും മുന്നോട്ട്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലുള്ള അഴിമതികളെക്കുറിച്ച് പല ആൾക്കാർ കണ്ണടച്ച് പേടിച്ച് മിണ്ടാതിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല. ഇദ്ദേഹം വന്നതുപോലെ എല്ലാവരും അത് തുറന്നു പറയാനും തുറന്നു കാട്ടാനും തയ്യാറാകണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു ശുദ്ധി കലശം നടത്തി തെറ്റ് ചെയ്തവരെ ചവിട്ടി പുറത്താക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഒരുപാട് പേര് മുന്നോട്ട് വരണം. അത് മാത്രവുമല്ല, ഞങ്ങൾ ജനങ്ങൾ, അതായത് ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ മറുകണ്ഠം ചാടി. പ്രത്യേകിച്ച് അധികാരമോഹം, പിന്നെ പാർട്ടിയിലുള്ള ഭിന്നത, ഇതൊക്കെ കൊണ്ടാണ് മറുകണ്ഠം ചാടിയത്. അതിനേക്കാൾ ഉപരി ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. കാരണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ തന്നെ വഞ്ചിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ചിന്ത ജനങ്ങളിൽ വന്നു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇലക്ഷൻ സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ കാലിൽ വന്ന് പിടിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവുമാണ്. തെറ്റുകൾ കണ്ടാൽ തെറ്റെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ നമ്മൾക്കും കഴിയണം. അപ്പോൾ ആ തെറ്റുകൾക്കെതിരെ ശക്തമായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന ശബ്ദത്തിൽ ഞാനും വിളിച്ചു പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം.